ഇനി നമുക്ക് നാട്ടിലെ ആവേശത്തിലേക്ക് വന്നാൽ കച്ചവട തിരക്കാണെങ്കിലും കോഴിക്കോടിന്റെ ഹൃദയഭൂമിയായ മിഠായി തെരുവിൽ ഇപ്പോൾ പൂർണ്ണമായും ലോകകപ്പ് ലഹരിയാണ്. ഫുട്ബോൾ ആരാധകരായ വ്യാപാരികളുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളുടെ കൊടിത്തോരണങ്ങളും കട്ടൌട്ടുകളും കൊണ്ട് തെരുവിനെ അലങ്കരിച്ചു. കച്ചവടത്തിന് അപ്പുറം കാൽപന്ത് കളിയുടെ ആവേശം അലതല്ലെന്ന മിഠായി തെരുവിൽ നിന്നും മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന് അങ്ങനെ വിസിലടിച്ചു കഴിഞ്ഞു. ആ ഒരു ആവേശം ഇവിടെ ലോകമെമ്പാടും അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിലും ഇതുപോലെ നമ്മളുടെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ പിന്നിൽ കാണുന്നവർ ഇവിടുത്തെ വ്യാപാരികളാണ്. ഇവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളും വലിയൊരു തയ്യാറെടുപ്പുകളും ഈ ലോകകപ്പുമായി സംബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. അതിന് മൊറോക്ക ഇനി മോശം ടീമൊന്നുമല്ലല്ലോ. മൊറോക്കന്റെ കളി കഴിഞ്ഞ വേൾഡ് കപ്പ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഈ DC സ്റ്റോർ ഒരു പ്രധാന ഭാഗമാണ് ഇവിടുത്തെ. അപ്പൊ ആ ഒരു ഭാഗത്ത് പൂർണ്ണമായി തന്നെ അലങ്കരിച്ചിട്ടുള്ള ഒരു മച്ചാനുണ്ട് നമ്മുടെ കൂട്ടത്തില്. എന്താ പേര്? റുൻഷാദ്. ആരുടെ ഫാനാണ്? നമ്മള് അർജന്റീന ആരാധകനാണ്. എന്താണ് ഇങ്ങനെ മിഠായി തെരുവിൽ ഈ ഒരു തയ്യാറെടുപ്പ്? എന്താ ഇങ്ങനെ ഒരു ഒരുക്കം? മിഠായി തെരുവ് എന്നും നമ്മൾ എന്ത് പ്രോഗ്രാം വന്നാലും, എന്താ ഓണായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, വേൾഡ് കപ്പ് പറയുമ്പോൾ പിന്നെ പറയണ്ട, ഇവിടെ തകർക്കുക എന്നുള്ളതാണ്. ഈ അർജന്റീന ഇത്തവണ വിജയിക്കുമോ? അർജന്റീന ആരാധകർക്ക് അർജന്റീന വിജയിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹം. വിജയിക്കണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയിൽ 13 പ്ലേയേഴ്സാണ്. ഫിഫയും ലെഫ്രി. ഈ പ്രാവശ്യം അത് നടക്കൂല. ഈ പ്രാവശ്യം പെനാൽറ്റി കിട്ടൂല. ഈ പ്രാവശ്യം കളിക്കന്നെ വേണം. ക്വാർട്ടർ ഫൈനൽ മുതൽ അങ്ങോട്ട് വമ്പന്മാരൊക്കെ പോകണം. ഇംഗ്ലണ്ടിനെ നേരിടണം, പോർച്ചുഗലിനെ നേരിടണം, അതുപോലെ വമ്പന്മാരെ നേരിടണം, ബ്രസീലിനെ നേരിടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോകണ്ടേ? നടന്നാ തന്നെ ബ്രസീൽ ഈ പ്രാവശ്യം കപ്പടിക്കും. അതായത് ശക്തമായ ആവേശമാണ്. അതായത് അർജന്റീനയ്ക്കും ബ്രസീലിനും ശക്തമായിട്ടുള്ള ഫാൻ ബേസ് മിഠായി തെരുവിലുണ്ടെന്ന് മനസ്സിലായി. വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അവസ്ഥ ബ്രസീലോട് സമനില വഴി കഴിയുമ്പോൾ വേൾഡ് കളിച്ചത് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം സ്പെയിനിനെയും പോർച്ചുഗലിനെ പുറത്താക്കിയ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ കണ്ടല്ലോ. ഈ പ്രാവശ്യങ്ങളൊക്കെ കപ്പ് അടിക്കാൻ കഴിയൂല. ശരി. അതായത് കണ്ടില്ലേ, ഇവിടെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷമാണ്. മിഠായി തെരുവിൽ എത്തുന്ന ആളുകളൊക്കെ വലിയ ശ്രദ്ധയോടെയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നതാണ്. അതായത് ഈ കപ്പ് നമ്മളെ മെസ്സിക്കുള്ളതാണ്. അർജന്റീന കൊണ്ടുപോകുള്ളൂ. അർജന്റീനയാക്കി. ഓക്കെ, ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. അതായത് 48 രാജ്യങ്ങളുടെയും ചെറുതും വലുതുമായിട്ടുള്ള കൊടിതോരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്ലക്സുകൾ ശ്രദ്ധിച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരുടെയും ഫ്ലക്സുകൾ ഉണ്ട്. അതുപോലെ വ്യത്യസ്ത, അതായത് ഓരോ വ്യാപാരികളും അവരുടെ കടകളുടെ നേതൃത്വത്തിൽ ഓരോ സ്പോൺസർഷിപ്പിൽ വലിയ രീതിയിൽ മിഠായി തെരുവ് ആകെ അലങ്കരിച്ചിരിക്കുകയാണ്. എന്തായാലും അതിമനോഹരം തന്നെയാണ്. അടിച്ചു പൊളിക്കട്ടെ. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ജിത്തുവിനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.